ഇടുക്കിയിൽ കയ്യേറ്റക്കാർക്ക് സംരക്ഷണം ഒരുക്കുന്നയാളാണ് പീരുമേട്ടിലെ LDF സ്ഥാനാർത്ഥിയെന്ന് NDA സ്ഥാനാർത്ഥി രതീഷ് വരയ്ക്കുമൂലെ. മൂന്നാറിലെ ചെക്രാട്ടുമുടിയിൽ കയ്യേറ്റം നടത്തിയവരെ സംരക്ഷിച്ചത് LDF സ്ഥാനാർത്ഥി സലീം കുമാർ ആണെന്നും രതീഷ് പറയുന്നു. തോട്ടം തൊഴിലാളികളുടെ ദുരിത ജീവിതവും വികസന മുരടിപ്പും ചർച്ചയാക്കിയാണ് NDA സ്ഥാനാർത്ഥിയുടെ രണ്ടാം ഘട്ട പ്രചരണ പരിപാടികൾ പുരോഗമിക്കുന്നത്. പീരുമേട്ടിലെ NDA സ്ഥാനാർത്ഥി രതീഷ് വർഗമല വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളുമായാണ് മുമ്പോട്ട് പോകുന്നത്. തോട്ടം മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ സ്വാധീനം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത രതീഷ് വർഗമലയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അത് രതീഷ് വർഗമല ജനം ടിവിക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, രണ്ടാം ഘട്ട പ്രചരണ പരിപാടികൾ ആരംഭിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇനി തുടർ പ്രചരണ പരിപാടികളുടെ പ്രചാരണ പരിപാടികൾ? ഇപ്പോൾ ഈ വാഹനത്തിലുള്ള സ്ഥാനാർത്ഥി പര്യടനം നമ്മൾ 31-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. അപ്പം മറ്റ് പര്യടന പരിപാടികൾ ഇപ്പോൾ ഏകദേശം എല്ലാ പഞ്ചായത്തിലും തന്നെ നമ്മളിപ്പോൾ എത്തിച്ചേർന്നു. എല്ലാ സ്ഥലത്തു നിന്നും നല്ല രീതിയിലുള്ള സ്വീകാര്യതയാണ് കിട്ടുന്നത്. ജനങ്ങളിപ്പോൾ പ്രത്യേകിച്ച് തോട്ടം മേഖലയിലെ ജനങ്ങളുടെ ഇടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ ഏറ്റവും വലിയൊരു ആവശ്യം അവരുടെ കുടിവെള്ള പ്രശ്നമാണ്. അതവരുടെ ഒരു ജീവൽ പ്രശ്നമാണ്. ഇപ്പോൾ ജൽജീവൻ മിഷൻ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഇവിടെ വേണ്ടത്ര രീതിയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർക്കും ബോധ്യമുണ്ട്. അപ്പോൾ അവർ BJPയുടെ ഒരു പ്രതിനിധി ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ അവർ ഇങ്ങോട്ട് തന്നെ പറയുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് ഒരു വാഗ്ദാനം ഞാൻ നൽകുകയാണ്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പ് മാതൃകയിൽ കുമളി മുതൽ മുണ്ടക്കയം വരെയുള്ള മേഖലയിൽ ടൗൺഷിപ്പ് മാതൃകയിൽ ഒരു ഇടത്താവളം BJPയുടെ ജനപ്രതിനിധിയായിട്ട് ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ നടപ്പാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. വലിയ പൈതൃക സ്മാരകങ്ങളുള്ള ഒരു സ്ഥലമാണ് പീരുമേട്. ഒരിക്കൽ പോലും അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരും നടത്തിയിട്ടില്ല. നമ്മുടെ പീരുമേട്ടിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള രാജഭരണകാലത്തുള്ള ക്ഷേത്രമാണ്. അതിനെ ഒക്കെ ഒരു നമ്മുടെ പൈതൃക സ്മാരക പട്ടികയിൽപ്പെടുത്തേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെ നിരവധിയായിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള സവിശേഷതകളുള്ള ഒരു മണ്ഡലമാണ് പീരുമേട്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ എനിക്ക് തന്നെ അറിയാവുന്ന ഒരു ലിസ്റ്റിട്ട് എഴുതിയാൽ ഏറ്റവും കുറഞ്ഞത് 100 ടൂറിസം പോയിന്റുകൾ ഈ പീരുമേട് നിയോജക മണ്ഡലത്തിൽ നമുക്ക് കണ്ടെടുത്താൻ സാധിക്കും. അതിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഈ മേഖലയെ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. പ്രചരണത്തിന്റെ ആദ്യ പകുതി കഴിയുകയാണ്. മണ്ഡലത്തിൽ ഒരു റൗണ്ട് മൊത്തത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു വികസന മുരടിപ്പിന്റെ കാഴ്ചകൾ തന്നെയാണോ മണ്ഡലത്തിലുള്ളത്? തീർച്ചയായിട്ടും വികസന മുരടിപ്പിന്റെ കാഴ്ചയാണ്. 200 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ള തോട്ടം മേഖലയിലെ ലയങ്ങൾ ഏതാണ്ട് 206 വർഷങ്ങളായി ആ ലയങ്ങൾ സ്ഥാപിച്ചിട്ട്. ആ ലയങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതായത് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവന്നു. ഏതാണ്ട് 10 കോടി രൂപ ചെലവഴിക്ക് ചില ലയങ്ങൾ മാത്രം അതിന് ചില നവീകരണങ്ങൾ നടത്തി എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ യാതൊരു രീതിയിലുമുള്ള അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിലൊന്നും ചെയ്തിട്ടില്ല. അവിടുത്തെ ഞാൻ എപ്പോഴും എല്ലാ മാധ്യമങ്ങളെ കാണുമ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവിടുത്തെ ജനങ്ങൾ, തൊഴിലാളികൾ ജീവിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. ആ രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അതിന് ഒരു നടപടികൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ റോഡുകളുടെ കാര്യങ്ങളിലാണെങ്കിലും ടൂറിസം മേഖലയുടെ കാര്യങ്ങളാണെങ്കിലും ആരോഗ്യ മേഖലയുടെ കാര്യങ്ങളാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയുടെ കാര്യങ്ങളാണെങ്കിലും ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന കാര്യങ്ങളിലാണെങ്കിലും അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ കഴിഞ്ഞ 20 വർഷമായി ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷവും ഇതിനു മുമ്പ് നിരവധി അവസരം ലഭിച്ചിട്ടുള്ള വലതുപക്ഷവും ഒന്നും ഈ കാര്യത്തിൽ യാതൊരു നടപടിക്രമങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുടിയേറി പാർത്തിട്ടുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളുടെ തലമുറയ്ക്ക് ഇവിടെ അവരുടെ ഭൂസ്വത്തിന് ഒരു രേഖയില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഈ മണ്ഡലത്തിലുണ്ട്. തുടർച്ചയായി മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇത്തവണ UDF വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം വലിയ വെല്ലുവിളി ഉണ്ടാക്കുമോ NDAക്ക്? NDAക്ക് UDF കോട്ട ഒരു വെല്ലുവിളിയൊന്നുമല്ല. UDF കോട്ട എന്ന് പറയാനുള്ള ഒരു വലിയ ക്യാമ്പൊന്നും നമ്മളിവിടെ കാണുന്നുമില്ല. അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥി പലതവണ ഇവിടെ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ആളാണ്. ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ തയ്യാറല്ല എന്ന് പലതവണ ജനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുള്ള ആളാണ്. എന്ന് കരുതി LDF നമുക്കൊരു വെല്ലുവിളിയൊന്നും ഉയർത്തുന്നില്ല. അപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഏതെങ്കിലും രീതിയിലുള്ള വെല്ലുവിളി നമുക്ക് ഉയർത്തുന്നില്ല. ഇടതുപക്ഷം യഥാർത്ഥത്തിൽ ഈ കയ്യേറ്റങ്ങളെ
വോട്ടുകളെ സ്വാധീനിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഒരു കയ്യേറ്റക്കാർക്ക് ദല്ലാളായിട്ട് നിന്ന ഒരാളെ ഇവിടെ മത്സരിപ്പിക്കുന്നത്. കൃത്യമായ വികസന ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ മണ്ഡലത്തിലെ വികസന മുന്നെടുപ്പും ചർച്ചയാക്കുന്നതോടൊപ്പം സ്ഥാനാർത്ഥികൾ ഏത് തരത്തിൽ മുൻകാലത്തിലെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മണ്ഡലത്തിൽ ചർച്ചയാക്കിക്കൊണ്ടാണ് നിലവിൽ NDA ക്യാമ്പിന്റെ പ്രചരണ പരിപാടികൾ പുരോഗമിക്കുന്നത്. കുമളിയിൽ നിന്നും സുബിൻ തോമസ്, ജനം, ഇടുക്കി. ഇടുക്കി പീരുമേട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കേറുകയാണ്. അവിടുത്തെ NDA സ്ഥാനാർത്ഥിയുടെ വികസന സങ്കല്പവും രാഷ്ട്രീയ നയങ്ങളുമാണ് ജനം TV യോട് വിശദീകരിച്ചത്. സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്.